ഏതെങ്കിലും ഒരു കൃഷിസ്ഥലം തിരഞ്ഞെടുക്കും, അവിടുത്തെ മണ്ണോ അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളോ ഒന്നും ശ്രദ്ധിക്കാതെ ശാസ്ത്രീയമായി ആ മണ്ണിനെ കുറിച്ച് പഠിക്കാതെ അവിടെ വിളയിറക്കുകയും അപ്പോൾ പ്രഥമ മൂലകങ്ങളായ NPK, അതായത് നൈട്രജൻ, ഫോസ്ഫറസും പൊട്ടാസ്യവും വേണം എന്തായാലും. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്ക് മണ്ണിലിറങ്ങിയാൽ പേടി, നമ്മൾ പാരൻസ് തന്നെയാണ് അതിന് കുറ്റക്കാർ. മണ്ണിലിറക്കാൻ പേടി, അതേപോലെ മഞ്ഞത്തിറക്കാൻ പേടി, മഴയത്തിറക്കാൻ പേടി, വെയിലത്തിറക്കാൻ പേടി. ഉഷ്ണമേഖലാ പ്രദേശം ആയതുകൊണ്ടും തീരദേശ മേഖല ആയതുകൊണ്ടും പ്രത്യേകിച്ച് ഫ്ലഡൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുള്ള, അതായത് വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുള്ള സ്ഥലപ്രദേശമായത്. ഹാപ്പി ബർത്ത്ഡേ ഡിയർ സോയിൽ. നമ്മൾ ഫലവൃക്ഷങ്ങൾ മണ്ണിൽ നട്ടപ്പോൾ ഏകദേശം ഒരു കൊല്ലം മുമ്പാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ വീഡിയോ, അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. നട്ട സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ പരിശോധന നടത്താതെയാണ് ചെയ്തതെന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. പക്ഷേ കുമ്മായ ഇട്ടിട്ടും അതേപോലെ അടിവളങ്ങൾ ആയിട്ടുള്ള ചാണകപ്പൊടി, വെപ്പുണ്ണാക്ക്, എല്ലുപൊടി ഇതൊക്കെ ഇട്ടിട്ടും അതിനുശേഷം കൃത്യമായ ഇടവേളകളിൽ ഇംഗ്ലീഷ് വളങ്ങൾ കൊടുത്തിട്ടുമാണ് നമ്മുടെ വൃക്ഷങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വളർച്ച കിട്ടാതിരിക്കുന്നത് കേട്ടോ. അപ്പോഴാണ് നമ്മൾ നമ്മൾ മണ്ണിൽ പുളിരസം കൂടുതലുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ള മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കുറവുണ്ടെങ്കിലോ ഇങ്ങനെ വളർച്ച കുറയാം. അപ്പോൾ നമ്മൾ എന്ത് വളം ഇട്ട് കൊടുത്താലും ഇവർക്ക് അത് വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മണ്ണ് ടെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് പറയുന്നത്. നമ്മുടെ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ? അതായത് ശാസ്ത്രീയമായ അല്ലെങ്കിൽ ഒരു കൃത്യത കൃഷി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള കർഷകർ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കൃഷിസ്ഥലം തിരഞ്ഞെടുക്കും, അവിടുത്തെ മണ്ണോ അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളോ ഒന്നും ശ്രദ്ധിക്കാതെ ശാസ്ത്രീയമായി ആ മണ്ണിനെ കുറിച്ച് പഠിക്കാതെ അവിടെ വിളയിറക്കുകയും എന്നിട്ട് ആ വിളയ്ക്ക് കൃത്യമായ റിസൾട്ട് കിട്ടാതിരിക്കുകയും അല്ലെങ്കിൽ ഒരുപാട് രോഗം വരികയും ചെയ്യുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ളത്. മൂലമായ കാരണം എന്ന് പറയുന്നത് നമ്മൾ ആ മണ്ണ് പരിശോധിക്കാതെ ചെയ്യുന്ന കൃഷിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് മണ്ണ് പരിശോധിക്കാനായിട്ട് അതിൻ്റെ ഒരു സിസ്റ്റം, അതെങ്ങനെയാണ് ആ സാമ്പിൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്യാൻ പോണത് കേട്ടോ. നമ്മൾ മണ്ണിൽ എപ്പോൾ കൃഷി ഇറക്കുമ്പോഴും നമ്മൾ മണ്ണിൽ 3 തരത്തിലുള്ള മൂലകങ്ങൾ ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാമ്പിളിംഗ് ടെസ്റ്റ് മെയിനായിട്ട് ചെയ്യുന്നത് കേട്ടോ. അതായത് പ്രഥമ മൂലകങ്ങളും ദ്വിതീയ മൂലകങ്ങളും സൂക്ഷ്മ മൂലകങ്ങളും, ഇത് 3 നമ്മൾ മണ്ണിലുണ്ടെങ്കിൽ മാത്രമേ ചെടികൾക്കായാലും ആർക്കായാലും അസുഖങ്ങൾ പരമാവധി, കേടുകൾ കുറഞ്ഞിട്ട് പരമാവധി ഈൽഡ് നമുക്ക് അതിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ പ്രഥമ മൂലകങ്ങളായ NPK, അതായത് നൈട്രജൻ, ഫോസ്ഫറസും പൊട്ടാസ്യവും വേണം എന്തായാലും. അതേപോലെ ദ്വിതീയ മൂലകങ്ങളായിട്ടുള്ള കാൽസ്യം, മഗ്നീഷ്യം, സൾഫേറ്റ് എന്നിവയും മണ്ണിലുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തണം. ഇത് കൂടാതെ ചെടിക്ക് മറ്റുള്ള കാര്യങ്ങൾ അവനെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ത്വരിതപ്പെടുത്തുന്ന സൂക്ഷ്മ മൂലകങ്ങളായിട്ടുള്ള, അതായത് മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള സിങ്ക്, ബോറോൺ, അതേപോലെയുള്ള സൂക്ഷ്മ മൂലകങ്ങളുണ്ടെന്നുള്ളതും നമുക്ക് ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കേരളത്തിലെ ഭൂമിയുടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉഷ്ണമേഖലാ പ്രദേശം ആയതുകൊണ്ടും തീരദേശ മേഖല ആയതുകൊണ്ടും പ്രത്യേകിച്ച് ഫ്ലഡൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുള്ള, അതായത് വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുള്ള സ്ഥലപ്രദേശം ആയതുകൊണ്ടും നമ്മുടെ മണ്ണിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരുപാട് മൂലകങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള എല്ലാത്തരം മൂലകങ്ങളും മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും നമ്മുടെ മണ്ണിൽ നിന്നും ഓരോ വർഷം ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്, അതായത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് ശാസ്ത്രീയമായിട്ട് വിലയിരുത്തിയാൽ മാത്രമേ നമ്മൾ എത്രത്തോളം കുറവുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് സോയിൽ ടെസ്റ്റിംഗ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ബോഡി പാർട്സിൽ വേണ്ട കുറേ മൂലകങ്ങൾ ആവശ്യമുണ്ടെന്ന് അറിയാലോ. കാൽസ്യം, നമ്മുടെ എല്ലിനൊക്കെ ബലം കുറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം കുറയും, സിങ്ക് കുറയും, അങ്ങനെയൊക്കെ കുറേ പ്രശ്നം, മഗ്നീഷ്യം കുറയാന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയിലുള്ള മൃഗങ്ങളായാലും സസ്യങ്ങളായാലും മനുഷ്യരായാലും അല്ലെങ്കിൽ മണ്ണായാലും അവിടെയൊക്കെ എന്ത് വേണം? മൂലകങ്ങൾ വേണം. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ മണ്ണിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അവർ ഈ മണ്ണിൽ നിന്ന് ഈ പറഞ്ഞ മൂലകങ്ങളൊക്കെ വലിച്ചെടുക്കും. എന്നിട്ട് നമ്മളത് ആ സസ്യം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് അതെത്തും. അത് എത്താണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്. അതേപോലെ ചെടിക്കും അസുഖങ്ങൾ വരുന്നത് അവർക്ക് വേണ്ട സൂക്ഷ്മ മൂലകങ്ങൾ കിട്ടാത്ത കാരണം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്, നമ്മൾ ഈ മണ്ണ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ബ്ലഡ് അല്ലെങ്കിൽ യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാബിൽ കൊടുക്കാറില്ലേ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ നമ്മുടെ അമ്മയ്ക്ക് നടുവേദനയായപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞു? കാൽസ്യം ചെക്ക് ചെയ്യാൻ പറഞ്ഞു, അതേപോലെ മഗ്നീഷ്യം ചെക്ക് ചെയ്യാൻ, വിറ്റാമിൻ D3 ചെക്ക് ചെയ്യാനൊക്കെ പറഞ്ഞു. എന്ന പോലെ നമ്മൾ മണ്ണിൽ ശാസ്ത്രീയമായിട്ട് ലാബിൽ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ മണ്ണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ മണ്ണ് കൊണ്ടുപോയി എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ മണ്ണിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ ആ ലാബിൻ്റെ റിസൾട്ടിൽ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് മണ്ണ് കളച്ചെടുത്താലോ. അപ്പോൾ എനിക്ക് പറ്റിയ തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫാമിൻ്റെ പുറകിൽ ഏകദേശം ഒരു 10-30 ഫലവൃക്ഷങ്ങൾ കഴിഞ്ഞ വർഷം ഏകദേശം ഈ സമയത്ത് വെച്ചിരുന്നു. അപ്പോൾ അത് നമ്മൾ വിചാരിച്ചത്ര ഫലപുഷ്ടിയിൽ അല്ലെങ്കിൽ ആ ഒരു ചൊടിപ്പോട് കൂടിയിട്ട് വൃക്ഷങ്ങൾ വളരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മൂലകാരണങ്ങളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ശാസ്ത്രീയമായിട്ട് മണ്ണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ
നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് ഏകദേശം ഒരു 40 സെൻറ്റിൽ ഫാമിന് പുറകിൽ ഈ ഫലവൃക്ഷങ്ങൾ വെച്ചിട്ടുള്ള സ്ഥലത്തിൻ്റെ ഇടയിലാണ്. അപ്പോൾ അതിൻ്റെ സാമ്പിളിംഗ് ആണ് നമ്മൾ സോയിൽ ടെസ്റ്റിങ്ങിന് വേണ്ടി എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ഏക്കറാണെങ്കിൽ ഒരു 4-5 സ്ഥലത്തുനിന്ന് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പോലെ സാമ്പിൾ കളക്ട് ചെയ്യണം. ഇപ്പം ഞാൻ ഏകദേശം 40 സെൻറ്റ് ആയതുകൊണ്ട് 2 സ്ഥലത്തുനിന്ന് ഞാൻ കളക്ട് ചെയ്യുകയാണ്. അവിടുത്തെ ഇലയും പുല്ലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അത് നീക്കി ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ മണ്ണിൻ്റെ മുകളിലുള്ള ഭാഗം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ണിനെ ഈ ഷേപ്പിൽ വി ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ചെയ്യുക. ഈ ഇങ്ങനെ ഒരു വി ഷേപ്പിൽ ഏകദേശം 15 സെൻറ്റിമീറ്റർ താഴത്തേക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഇതേപോലെ 2 സൈഡിൽ നിന്നും ഒരു വി പോലെ 15 സെൻറ്റിമീറ്റർ ആഴത്തിൽ ഒരു വി കട്ട് എടുക്കുക. അപ്പോൾ ഇത് ഏകദേശം കണ്ട ഒരു 15 സെൻറ്റിമീറ്റർ ആഴത്തിലുള്ള ഒരു വി കട്ടായി. ഇനി നമുക്ക് ഈ ചെരിച്ചിരുന്ന ഈ 15 സെൻറ്റിമീറ്റർ ആഴത്തിൽ തന്നെ 2 സെൻറ്റിമീറ്റർ കനത്തിൽ മണ്ണ് ചെത്തിയെടുക്കണം. അതാണ് നമ്മൾ സാമ്പിളിങ്ങിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യണത് കേട്ടോ. 2 സെൻറ്റിമീറ്റർ കനത്തിൽ നമ്മൾ മണ്ണ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഒരു പോയിന്റിൽ കട്ട് ചെയ്തിട്ടുള്ള മണ്ണാണ്. ഇതേപോലെ നമുക്ക് ഏരിയ അനുസരിച്ച് നമ്മൾ എത്ര നേരത്തെ പറഞ്ഞ പോലെ 1 ഏക്കർ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 1 ഏക്കർ ഭൂമിയാണെങ്കിൽ 5-6 സ്ഥലത്തെ നമ്മൾ എടുക്കണം. അതുപോലെ അത് പ്ലെയിൻ ആയി കിടക്കുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത്. ചില ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഭൂമി ഇങ്ങനെ തട്ട് പോലെ ഉണ്ടാവും. അപ്പം അങ്ങനെയാണെങ്കിൽ ഓരോ തട്ടുമെന്നും ഇതേപോലെ സെപ്പറേറ്റ് സാമ്പിളിങ് എടുക്കുകയായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മൾ അതേപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മണ്ണ് കളക്ട് ചെയ്യുന്ന ഭൂമിയുടെ ഭാഗം ശ്രദ്ധിക്കണം. അതായത് പെട്ടെന്ന് വളപ്രയോഗം ചെയ്തിട്ടുള്ള ഭൂമിയിൽ നിന്ന് മണ്ണെടുക്കരുത്. അതുപോലെ നമ്മൾ ചാണകക്കുടിയുടെ അടുത്തോ വളം കൂടുതൽ തിങ്ങി നിൽക്കുന്ന സൈഡിൽ നിന്ന് ആ ഭാഗത്തു നിന്ന് മണ്ണ് കൂടുതൽ എടുക്കരുത്. എപ്പോഴും ഒരു ലോജിക്ക് അനുസരിച്ച് കുറച്ച് പ്ലെയിൻ ആയി കിടക്കുന്ന സ്ഥലം എടുത്തിട്ട് മണ്ണ് സാമ്പിളിങ്ങിന് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്ക് മണ്ണിലിറങ്ങിയാൽ പേടി. നമ്മൾ പാരൻസ് തന്നെയാണ് അതിന് കുറ്റക്കാർ. മണ്ണിലിറക്കാൻ പേടി, അതേപോലെ മഞ്ഞത്തിറക്കാൻ പേടി, മഴയത്തിറക്കാൻ പേടി, വെയിലത്തിറക്കാൻ പേടി. അതുകൊണ്ട് തന്നെ നമ്മുടെ പിള്ളേർക്കുള്ള അസുഖങ്ങൾ ഇന്ന് തല്ലിക്കളഞ്ഞാൽ പോവില്ല. അപ്പോൾ അവർ പ്രകൃതിയായിട്ടും മണ്ണുമായിട്ടും അവർ ഇഴുകി ചേർന്നിട്ട് വേണം ജീവിക്കാനായിട്ട്. എന്നാൽ മാത്രമേ അവർക്ക് കൃത്യമായ രോഗപ്രതിരോധം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ 2 സ്ഥലത്തു നിന്ന് എടുത്തിട്ടുള്ള മണ്ണ് നമ്മുടെ കൈവശം ഉണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ ഇതിൽ നിന്ന് മണ്ണ് സാമ്പിളിങ്ങിന് കൊടുക്കുന്നത് ഇത്രയും മണ്ണ് കൊടുക്കേണ്ട ഒരിക്കലും 1/2 കിലോ മണ്ണ് മതി നമുക്കൊരു സാമ്പിളിങ് കറക്റ്റ് ചെയ്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ഡിവിഷൻ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ നമ്മൾ ആകെ കിട്ടിയിട്ടുള്ള മണ്ണിനെ നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതിലുള്ള കരടൊക്കെ എടുത്ത് പുറത്തേക്ക് കളയും. ഇതിലുള്ള കരടുകൾ, എല്ലാ വേരിൻ്റെ അംശങ്ങൾ, കല്ല് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് കളയാം കേട്ടോ. അത് കളഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വാർട്ടറിങ് എന്ന് പറയും. അതായത് ചതുർവിഭജനം. നമ്മൾ മൊത്തം ഇതിനെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അലുവ മുറിക്കണ പോലെ അല്ല, കേക്ക് അല്ലേ, കേക്ക്. ആ പറഞ്ഞ ബർത്ത്ഡേ പറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ to you, happy birthday to you, happy birthday dear soil. കണ്ട, ഇപ്പൊ നമ്മള് മൊത്തം മണ്ണിനെ പരത്തിയിട്ട് 4 വിഭജിച്ചു. അതായത് ഈ മണ്ണിലൊരു പ്ലസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് 4. ഇനി നമ്മൾ ഇതിന് ചതുർവിഭജനം എന്നാ പറയാ. കോണോട് കോണായിട്ടുള്ള മണ്ണുണ്ടല്ലോ, ഈ സെക്ഷൻ നമുക്ക് വേണ്ട. ഈ ഭാഗത്തെ കേക്ക് നമ്മൾ മുറിച്ച് കളഞ്ഞു കേട്ടോ. അതേപോലെ കോണോട് കോൺ, ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഇത്രയും ഭാഗം ഉണ്ടല്ലോ, ഇതും നമുക്ക് കളയണം. എടുക്കണ്ട തരാം.
കുഞ്ഞുവിന് ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കണതാണ് ഓർമ്മ വന്നത് ഗൈസ്. എല്ലാ കൊല്ലം കേക്ക് മേടിച്ചില്ല പറഞ്ഞിട്ട് അവിടെ നോണ പറയൂ അല്ലേ? അപ്പൊ നമ്മള് രണ്ട് സൈഡിലും കോണോട് കോണുള്ള മണ്ണ് കളഞ്ഞു. ഇത്രയും ഭാഗമുണ്ട്. ഇത് നമുക്ക് അഗൈൻ ഒന്നും കൂടി ഒന്ന് കൂട്ടി കൊടുക്കാം. ഇതൊന്ന് കൂട്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അഗൈൻ എന്ത് ചെയ്യണം പൂപ്പി? എന്താ നമ്മൾ അതിനെ വിളിക്കുക? നേരത്തെ ഈ പ്രോസസ്സിങ്ങിന് ഒരു പേര് പറഞ്ഞില്ലേ? കോട്ടറിങ്. കോട്ടറിങ് എന്ന് പറഞ്ഞാൽ കോട്ടർ എന്ന് പറഞ്ഞാൽ കാൽഭാഗം. അപ്പോൾ കോട്ടറിങ് ചെയ്യാണ് നമ്മളിപ്പോ. അപ്പൊ നമുക്ക് വീണ്ടും ഒന്നുകൂടി അലുവ മുറിക്കാട്ടാ. ആ കേക്ക് മുറിക്കാട്ടാ. അപ്പൊ അഗൈൻ നമ്മള് ഒന്നും കൂടി നമ്മള് കോട്ടർ എടുത്ത് കളയാണ് കേട്ടാ. കോണോട് കോൺ വരുന്ന ഭാഗം തരാ, നമുക്ക് തിന്നാൻ തന്നാ പോരെ. അപ്പൊ അഗൈൻ ഇത്രയും ഭാഗം ഒന്നും കൂടി കളഞ്ഞു കേട്ടാ. ഇത് നമുക്ക് ഒന്നും കൂടി കൂട്ടി നോക്കാം. ഈ അങ്ങനെ നമ്മൾ ചെയ്തിട്ട് മണ്ണ് എപ്പോഴാണോ 1/2 കിലോന് ഏകദേശം തുല്യമായിട്ട് വരുന്നത് അപ്പോഴാണ് നമുക്ക് സാമ്പിളിങ്ങിന് കറക്റ്റ് ആവുള്ളൂ. ഇപ്പൊ ഇത് ഏകദേശം ഒരു ഓക്കെ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇത് നമ്മൾ 2 ദിവസം തണലത്ത് ഉണക്കാനായിട്ട് ഇടണം. ഉണക്കാൻ വെച്ച് കഴിഞ്ഞാൽ മുഴുവനായിട്ട് ഉണങ്ങരുത്. ഇതിൻ്റെ ഒരു ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ കുറച്ച് ഈർപ്പമുള്ള മണ്ണാണിത്. അപ്പം നമുക്കൊന്ന് പരത്തിയിട്ടിട്ട് തണലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് ആ ഈർപ്പം ഇതൊന്ന് പോകും. മോയ്സ്ചറൈസേഷൻ കണ്ടന്റ് പോയാലാണ് സാമ്പിളിങ്ങിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് ഏകദേശം ഒരു 1/2 കിലോന് ആവും. അപ്പോൾ നമ്മളിത് തണലത്ത് കൊണ്ടുപോയിട്ട് ഉണക്കാനായിട്ട് വെക്കാം കേട്ടോ. ഇത് ഏകദേശം ഒരു 2 ദിവസം തണലത്ത് ഉണക്കാട്ടതിന് വേണം. സാധാരണ ഒരു പോളിത്തീൻ കവറിൽ ഇട്ടിട്ട് നമുക്ക് 2 രീതിയിൽ ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒന്ന്, ഏറ്റവും അടുത്തുള്ള കൃഷിഭവനിൽ പോയി കഴിഞ്ഞാൽ അവരൊരു ലെറ്റർ തരും. ഒന്നുമില്ലെങ്കിൽ അവർ കുറച്ച് സാമ്പിളിങ് ആയി കഴിഞ്ഞാൽ മാത്രമേ അവർ തരുള്ളൂ. കുറച്ച് റിസൾട്ട് കിട്ടാനായിട്ട് ലാഗിങ് ഉണ്ട്. അപ്പോൾ അവരുടെ ലെറ്ററും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ജില്ലയിലും മണ്ണ് പരിശോധന കേന്ദ്രങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇവരുടെ ലെറ്റർ ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് 2 ദിവസത്തിനുള്ളിൽ നമുക്ക് റിസൾട്ട് വാട്സപ്പ് വഴി നമുക്ക് അയച്ചു തരും. അതല്ല ഡയറക്റ്റ് നമുക്ക് മണ്ണ് പരിശോധന കേന്ദ്രത്തേക്ക് പോയിട്ട് നമുക്ക് ചെയ്യാം. ഇത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 40 രൂപ മാത്രമേ ഫീസുള്ളൂ. ആ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് മൊബൈലിലേക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മണ്ണ് പരിശോധിച്ചതിൻ്റെ റിസൾട്ടായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഇതുപോലെ ഉപയോഗപ്രദമായ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെല്ലാവർക്കും ബൈ.